ഹലോ, ഞാൻ റിജി. റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 913 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇതോടുകൂടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടോട്ടലി അവസാനിക്കുകയാണ്. 1010 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പക്ഷെ ഇത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ പ്രിൻ്റ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ടിക്ക് ചെയ്തേക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒറിജിനൽ പ്രിൻ്റ് ആൻസേഴ്സ് നോക്കാം. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 913 ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഒറിജിനൽ പ്രിൻ്റ് ആൻസേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസ് ആണെങ്കിലും 1010 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് വാച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാനാവുള്ളൂ. ഞാനവിടെ 13 ക്വസ്റ്റ്യനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 913. ലാസ്റ്റ് പാർട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. 913 മാച്ച് ദ ഫോളോയിങ്. ഗവർണർ ജനറൽ ആക്ട് എ ലോർഡ് മൗണ്ട് ബാറ്റൻ. 1 പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ബി ലോർഡ് ലിറ്റൺ. 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. C വാന ഹേസ്റ്റിങ്സ്. 3 വെർണാക്കുലർ പ്രസസ് ആക്ട് 1878. ഡി ലോർഡ് വെല്ലിംഗ്ടൺ. 4 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. കോഡ്സ് ABCD. A 1 2 3 4. B 2 1 3 4. C 3 2 4 1. D 4 3 1 2. ആൻസർ D 4 3 1 2. ആൻസർ D 4 3 1 2. A ലോർഡ് മൗണ്ട് ബാറ്റൻ. 4 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. A ലോർഡ് മൗണ്ട് ബാറ്റൻ. 4 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ബി ലോർഡ് ലിറ്റൺ. 3 വെർണാക്കുലർ പ്രസസ് ആക്ട് 1878. ബി ലോർഡ് ലിറ്റൺ. 3 വെർണാക്കുലർ പ്രസസ് ആക്ട് 1878. സി വാന ഹേസ്റ്റിങ്സ്. 1 പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784.
C. Bara Hastings. 1. Pitt's India Act 1784. D. Lord Wellington. 2. Government of India Act 1935. D. Lord Wellington. 2. Government of India Act 1935. 913. Match the following. Governor General Act. A. Lord Mountbatten. 1. Pitt's India Act 1784. B. Lord Lytton. 2. Government of India Act 1935. C. Bara Hastings. 3. Vernacular Process Act 1878. D. Lord Wellington. 4. Indian Independence Act 1947. Codes A B C D. A. 1234. B. 2134. C. 3241. D. 4312. Answer D. 4312. Answer D. 4312. A. Lord Mountbatten. 4. Indian Independence Act 1947. B. Lord Lytton. 3. Vernacular Process Act 1878. C. Bara Hastings. 1. Pitt's India Act 1784. D. Lord Wellington. 2. Government of India Act 1935. D. Lord Wellington. 2. Government of India Act 1935. 914. The Pune Pact, which was signed between the British government and Mahatma Gandhi in 1934, provided for A. The creation of dominion for the Muslims. B. Separated electorates for the Muslims. C. Separated electorate for the Harijans. D. Joint electorate with reservation for Harijans. D. Joint electorate with a reservation for Harijans. Answer C. Separated electorate for the Harijans. Answer C. Separated electorate for the Harijans. Spelling mistake ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്ത 915. Match the following. List 1, List 2. A. All Hilal. 1. Mahatma Gandhi. B. Navajeevan. 2. Abdul Kalam Azad. C. Bombay Chronicle. 3. Aurobindo Ghosh. C. Bombay Chronicle. 3. Aurobindo Ghosh. D. Vande Mataram. 4. Pirojsha Mehta. 5. T. Prabhakare. Codes A B C D. A. 1342. B. 2143. C. 5124. D. 5321. Answer B. 2143. Answer B. 2143. A. All Hilal. 2. Abdul Kalam Azad. B. Navajeevan. 1. Mahatma Gandhi. C. Bombay Chronicle. 4. Pirojsha Mehta. D. Vande Mataram. 3. Aurobindo Ghosh. Spelling mistake ഉണ്ട് ദയവേത് ക്ഷമിക്കുക. 916. Match the following. List 1, List 2. List 1. A. Widow Marriage Association. 1. M.G. Ranade. B. Indian Association. 2. Annie Besant. C. Indian National Congresses. 3. S.N. Banerjee. D. Theosophical Society. 4. A.S. Shankar Seth. 5. Pirojsha Mehta. Codes A B C D. A. 1352. B. 1325. C. 3152. D. 2135. Answer A. 1352. Answer A. 1352. A. Widow Marriage Association. 1. M.G. Ranade. B. Indian Association. 3. S.N. Banerjee. C. Indian National Congresses. 5. Pirojsha Mehta. D. Theosophical Society. 2. Annie Besant.
917. Match the following. List 1, List 2. A. National Indian Association. 1. William Adam. Sorry, ഒരിക്കൽ കൂടി പറയാണ്. 917. Match the following. List 1, List 2. A. National Indian Association. 1867. 1. William Adam. B. Indian Society. 1872. 2. Gokhale. C. Servants of Indian Society. 1905. 3. Mary Carpenter. D. British India Society. 4. Ananda Mohan Bose. D. British India Society 1839. 4. Ananda Mohan Bose. A. A1 B3 C2 D4. B. A3 B4 C2 D1. C. A4 B1 C2 D3. D. A3 B1 C2 D4. Answer B. A3 B4 C2 D1. Answer B. A3 B4 C2 D1. A. National Indian Association 1867. 3. Mary Carpenter. B. Indian Society 1872. 4. Ananda Mohan Bose. C. Servants of India Society 1905. 2. Gokhale. D. British India Society 1839. 1. William Adam. 918. Match the following. List 1, List 2. 1. Foundation of Women's. A. Lord Lansdowne. 918. Match the following. List 1, List 2. 1. Foundation of Women's University. A. Lord Lansdowne. 2. Creation of Governorship of Bengal. B. Lord Curzon. 3. Ancient Monuments Preservation Act. C. Lord Hardinge II. 4. Indian Councils Act of 1891. D. Lord Chelmsford. A. 1B 2A 3C 4D. B. 1D 2C 3A A 4B. C. 1C 2D 3B 4A. D. 1D 2C 3B 4A. Answer D. 1D 2C 3B 4A. Answer D. 1D 2C 3B 4A. 1. Foundation of Women's University. D. Lord Chelmsford. 1. Foundation of Women's University. D. Lord Chelmsford. 2. Creation of Governorship of Bengal. C. Lord Hardinge II. 3. Ancient Monuments Preservation Act. B. Lord Curzon. 4. Indian Councils Act of 1891. 4. Indian Councils Act of 1891. A. Lord Lansdowne. A. Lord Lansdowne. 919. Match the following. List 1, List 2. A. Kakori Conspiracy. A. Kakori Conspiracy. 1. Ramprasad Bismil. B. Assembly Bomb Case. 2. Badgeshwara Dutt. C. Lakshore Conspiracy. 3. Bhagat Singh. C. Lahore Conspiracy Case. 3. Bhagat Singh. D. Chittagong Armory Case. 4. Surya Sen. 919. Match the following. List 1, List 2. A. Kakori Conspiracy. A. Kakori Conspiracy. 1. Ramprasad Bismil. B. Assembly Bomb Case. 2. Badgeshwara Dutt. C. Lahore Conspiracy Case. 3. Bhagat Singh. D. Chittagong Armory Case. 4. Surya Sen. Codes A, B, C, D. A. 1, 2, 3, 4. B. 2, 1, 4, 3. C. 3, 4, 1, 2. D. 4, 3, 2, 1. Answer A. 1, 2, 3, 4. Answer A. 1, 2, 3, 4. A. Kakori Conspiracy. Ramprasad Bismil. B. Assembly Bomb Case. 2. Badgeshwara Dutt.
സി ലാഹോർ കോൺസ്പിറസി കേസ്, 3 ഭഗത് സിംഗ്, ഡി ചിറ്റഗോങ് ആർമറി കേസ്, 4 സൂര്യസെൻ. 920 match the following, list 1, list 2. 1 death of Tilak, A 1918, 2 death of Gokhale, B 1904, 3 resignation of S.N. Banerjee, 3 resignation of S.N. Banerjee from the Congresses, C 1920, 4 Coal Young husbands expedition to Tibet, D 1950. 920 match the following, list 1, list 2. 1 death of Tilak, A 1918, 2 death of Gokhale, B 1904, 3 resignation of S.N. Banerjee from the Congresses, C 1920, 4 Coal Young husbands expedition to Tibet, 4 Coal Young husbands expedition to Tibet, D 1950. A 1C 2D 3A 4B, B 1D 2A 3B 4C, C 1D 2C 3A 4B, D 1C 2A 3D 4B. Answer A 1C 2D 3A 4B. Answer A 1C 2D 3A 4B. 1 death of Tilak, C 1920, 2 death of Gokhale, D 1915, 3 resignation of S.N. Banerjee from the Congresses, A 1918, A 1918, 4 Coal Young husbands expedition to Tibet, B 1904. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവായി ക്ഷമിക്കണം. 921 Morelim reforms aimed at A. Grant of dominion status to Indians, B. Separate electorates for the Muslims, C. Special powers to the government to deal with the anti-government elements, D. Full development of education. Answer B. Separate electorates for the Muslims. 922 One of the main causes for the rise and growth of the Indian national movements was the grievances of several sections of the Indian society, except a few, against the British. Which of the following sections were the expression? A. Peasants and artisans, B. Native rulers and landlords, C. Middle classes and modern intelligentsia, C. Middle classes and modern intelligentsia, D. Workers and industrialists, E. Moneylenders and traditional intellectuals. Choose the answer from the codes given below. A. B and D only, B. C and E only, C. D and E only, D. B and E only. Answer B. C and E only. Answer B. C and E only. C. Middle classes and modern intelligentsia, E. Moneylenders and traditional intellectuals. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവേത് ക്ഷമിക്കണം. 923 Who established the Paramdam ashramam? Who established the Paramdam ashramam? A. Mahatma Gandhi, B. Acharya Kribalini, C. Acharya Vinoba Bhave, D. None of this. Answer C. Acharya Vinoba Bhave. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമ്മളിത് പ്രത്യേകം പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വരാൻ സാധ്യതയുണ്ട് സ്പെല്ലിങ്ങിൽ, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ദയവേത് മനസ്സിലാക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറയണതിലൊക്കെ തെറ്റ് വരുന്നുണ്ട് കാര്യമായിട്ട് തന്നെ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സ്ഥിരം പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. നമ്മുടെ ഒരു ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക, അതുകൊണ്ട് പറയണമെന്നുള്ളൂ.
സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും എല്ലാ വീഡിയോസിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ചിലതൊക്കെ ഭയങ്കര തെറ്റ് വരാം, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ചില വേർഡ്സുകൾ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ. 924. See, Charles Wood's dispatch of 1854 dealt primarily with A. Administrative reforms, B. Social reforms, C. Economic reforms, D. Educational reforms. Answer D. Educational reforms. 925. The administrative and economic uh, unification of India by the British also paved the way for the rise of Indian national movement. Which of the following statements is are incorrect in this regard? A. The British unified India by introducing a uniform and modern system of government throughout the country. B. The destruction of the local self-sufficient economy had increasingly atomized India's economic life. C. The introduction of modern trade and industries had interlinked the economic fate of people living in different parts of India. D. The introduction of a modern means of transport and communications had promoted mutual contact among the people. Select the answer from the codes given below. A, B and C, B, only B, C, only C, D, C and D. Answer B, only B. Answer B, only B. The destruction of the local self-sufficient economy had increasingly atomized India's economic life. 926. The British Governor General who formulated the policy of subsidiary alliance with regard to Indian powers was A. Warren Hastings, B. Lord Dalhousie, C. Lord Wellesley, D. Lord William Bentinck. Answer C. Lord Wellesley. 927. The civil disobedience movement was an advance over the non-cooperation movement in many respects. Expect a few. Which are those expressions? A. Stated objective. B. Methods adopted. C. Participation of women and teenagers. D. Hindu-Muslim unity. E. Response from business groups. F. Participation of laborers. Select the correct answers from the codes given below. A, C, D and F. B, D and F. C, D and F. D, C and E. Answer B, D and F. Answer B, D and F. D. Hindu-Muslim unity. F. Participation of laborers. ഇതിൽ കോഡ്സിൽ തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എ, സി, ഡി ആൻഡ് എഫ്, ബി, ഡി ആൻഡ് എഫ്, സി, ഡി ആൻഡ് എഫ്, ഡി, സി ആൻഡ് ഇ എന്നാണ് പറഞ്ഞത്. ഇതിൽ ബി എന്ന് കൊടുത്തേക്കുന്നത് ഡി ആൻഡ് എഫും, സി എന്ന് കൊടുത്തേക്കുന്നത് ഡി ആൻഡ് എഫും. അത് ഒരേപോലെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. പ്രിൻറ്റിങ് എററാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദയവേതൊന്ന് ശ്രദ്ധിക്കണം. 928. The forward block was formed by A. P.C. Joshi, B. Acharya Narendra Dev, C. B.R. Ambedkar, D. Subhash Chandra Bose. Answer D. Subhash Chandra Bose. 929. The Indian presses played an important role in spreading the message of patriotism and modern ideas among the people. Which of the following are not true about its activities? A. Criticizing official policies. B. Urging the people to unite and work for national welfare. C. Putting forward the view of Indians as well as those of the British government. D. Popularizing modern ideas of self-government, democracy and the like. E. Enabling nationalist workers to exchange views with one another. Select the answer from the codes given below. A. C only, B. A only, C. A and C. D. D and E.
Answer A, C only. Answer A, C only. C, putting forward the view of Indians as well as those of the British government. 930. Who among the following was the Sarbadinayaga? Sarbadinayaga or the supreme leader of the Tamralipta Jadiya Sarkar. Tamralipta Jadiya Sarkar, a parallel government set up by the nationalists in Tamluk during the Quit India movement. Who among the following was the Sarbadinayaga or the supreme leader of the Tamralipta Jatiya Sarkar? Tamralipta Jatiya Sarkar, a parallel government set up by the nationalists in Tamluk during the Quit India movement. A, Ajay Mukhopadhyay. B, Sushil Chandra Dara. C, Maitangini Hesra. D, Satish Chandra Samanta. Answer D, Satish Chandra Samanta. Answer D, Satish Chandra Samanta. 930. Who among the following was the Sabardinayaga? ഒരിക്കൽ കൂടി പറയാണ്. 930. Who among the following was the Sarbadinayaga or the supreme leader of the Tamralipta Jatiya Sarkar? Tamralipta Jatiya Sarkar, a parallel government set up by the nationalists in Tamluk during the Quit India movement. A, Ajay Mukhopadhyay. B, Sushil Chandra Dara. C, Maitangini Hesra. D, Satish Chandra Samanta. Answer D, Satish Chandra Samanta. 931. The leader of the Young Bengal movement was A, Dwaragandh Tagore. B, Chandrasekhar Deb. C, Aishwar Chandra Vidyasagar. D, Henry Vivian Derosio. Answer D, Henry Vivian Derosio. Answer D, Henry Vivian Derosio. 932. The masses were attracted to Gandhi due to his simple and saintly habits. Which of the following were not one in them? A, natural therapy. B, experiments in sexual restraint. C, use of English in preference to Hindustani. D, traveling by third classes. E, wearing only a loincloth from 1921 onwards. E, wearing only a loincloth from 1921 onwards. Choose the answer from the codes below. A, B only. B, B and C. C, C only. D, A and C. Answer C, C only. Answer C, C only. C, use of English in preference to Hindustani. 933. The Panchashila, 5 principles of peaceful coexistence, embodied in the 1954 treaty with China included a mutual respect for each other's sovereignty and territorial integrity. B, non-aggression. C, non-interference in the affairs of others. D, non-alignment with either of the superpowers. E, equality and mutual benefit. F, peaceful coexistence. Select the answer from the codes given below. A, B, C, D and F. B, A, B, D, E and F. C, A, B, C, E and F. D, A, C, D, E and F. Answer C, A, B, C, E and F. Answer C, A, B, C, E and F. F. A, mutual respect for each other's sovereignty and territorial integrity. B, non-aggression. C,
non-interference in the affairs of others. E. Equality and mutual benefit. F. Peaceful coexistence. 934. The revolt of 1857 affected several towns in Bihar. Which of the following entries gives the correct sequences of the outbreak of the revolt in different towns of Bihar? A. Muzaffarpur, Patna, Jagdishpur, Rohini. B. Patna, Muzaffarpur, Rohini, Jagdishpur. C. Jagdishpur, Patna, Rohini, Muzaffarpur. D. Rohini, Patna, Muzaffarpur, Jagdishpur. Answer D. Rohini, Patna, Muzaffarpur, Jagdishpur. Answer D. Rohini, Patna, Muzaffarpur, Jagdishpur. 935. What is common among Madam Bikaji Kama, M. Barkatwala, VVS Iyer, and M. N. Roy? A. All of them were leading members of the international communist movement. B. M. Barkatwala, M. Barkatwala, M. Barkatwala was the prime minister and the rest were ministries in the provincial government of Free India established by a group of revolutionaries at Kabul. C. All of them were among the prominent revolutionary countries during the freedom movement. Uh, D. All of them were accused in the case relating to the throwing of a bomb on Lord Hardinge. Answer C. All of them were among the prominent revolutionary countries during the freedom movement. Answer C. All of them were among the prominent revolutionary countries during the freedom movement. 935. What is common among Madam Bikaji Kama, M. Barkatwala, VVS Iyer, and M. N. Roy? A. All of them were leading members of the international communist movement. B. M. Barkatwala was the prime minister and the rest were ministers in the provincial government of Free India established by a group of revolutionaries at Kabul. C. All of them were among the prominent revolutionary countries during the freedom movement. D. All of them were accused in the case relating to the throwing of a bomb on Lord Hardinge. Answer C. All of them were among the prominent revolutionary countries during the freedom movement. Answer C. All of them were among the prominent revolutionary countries during the freedom movement. 936. What is the correct chronological sequence of the following? A. Jallianwala Bagh Massacre. B. Lucknow Pact. C. Rowlatt Act. D. Moplang Rebellion. A. B. A. C. D. B. B. C. A. D. C. D. C. A. B. D. C. A. D. B. Answer B. B. C. A. D. Answer B. B. C. A. D. B. Lucknow Pact. C. Rowlatt Act. A. Jallianwala Bagh Massacre. D. Moplang Rebellion. 937. What is the correct sequence of the following events? A. The Lucknow Pact. B. The introduction of diarchy. C. The Rowlatt Act. D. The partition of Bengal. A. B. C. D. B. A. C. D. B. D. C. D. A. C. B. D. D. C. A. B. Answer C. D. A. C. B. Answer C. D. A. C. B. D. The partition of Bengal. A. The Lucknow Pact. C. The Rowlatt Act. B. The introduction of diarchy. 937. What is the correct sequence of the following events? A. Lucknow Pact. B. The introduction of diarchy. C. The Rowlatt Act. D. The partition of Bengal. A. B. C. D. B. A. C. B. D. C.
DACB, D, DCBA. Answer C, DACB. D, the partition of Bengal. A, the Lucknow Pact. C, the Rowlatt Act. B, the introduction of diarchy. 938. What is the correct sequence of the following? A, Khilafat movement. B, Window-Molly reform. C, boycott of Simon Commission. B, C, B, B, A, C, C, B, C, A, D, C, B, A. Answer B, B, A, C. Answer B, B, A, C. B, Window-Molly reforms. A, Khilafat movement. C, boycott of Simon Commission. 939. When was the Cooperative Societies Act first passed in India? A, 1990. B, 1902. C, 1904. D, 1906. Answer C, 1904. Answer C, 1904. Answer C, 1904. 940. Which code gives the correct matching of the following lists? List 1, list 2. 1, second section of the Congresses, Calcutta. A, Firoz Mehta. 2, third session, Madras. B, Dadabhai Navroji. 3, fourth session. C, Sir William Wedderburn. 4, fifth session, Bombay. D, Badruddin Tayabji. 5, sixth session, Calcutta. E, George Yulee. A, 1, B, 2, D, 3, E, 4, C, 5, A. B, 1, B, 2, A, 3, C, 4, D, 5, E. C, 1, C, 2, B, 3, A, 4, D, 5, E. D, 1, A, 5, E, 3, C, 4, B, 5, D. Answer A, 1, B, 2, D, 3, E, 4, C, 5, A. Answer A, 1, B, 2, D, 3, E, 4, C, 5, A. 1, second session of the Congresses, Calcutta. B, Dadabhai Navroji. 2, third session, Madras. D, Badruddin Tayabji. 3, fourth session, Allahabad. E, George Yulee. 4, fifth session, Bombay. C, Sir William Wedderburn. C, Sir William Wedderburn. 5, sixth session, Calcutta. A, Firoz Mehta. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്തത് 941. 941. Which of the following are correctly paired? List 1, list 2. A, separation of Burma from India. Lord Reading. B, appointment of Indian Sanctuary Commission. Lord Irwin. C, holding of examinations for the ICS in England and India simultaneously. C, holding of examinations for the ICS in England and India നമുക്ക് ഒരിക്കൽ കൂടി പറയാം ക്വസ്റ്റ്യൻ. 941. Which of the following are correctly paired? Which of the following are correctly paired? List 1, list 2. A, separation of Burma from India. Lord Reading. B, appointment of Indian Statutory Commission. Lord Irwin. A, separation of Burma from India. Lord Reading. B, appointment of Indian Statutory Commission. Lord Irwin. C, holding of examinations for the ICS in England and India simultaneously. Lord Wellington. D, August Offer. Lord Lilithgow. Select the answer from the quotes below. A and B. B, B and C. C, B and D. D, C and D. Answer C, B and D. Answer C, B and D.
B. Appointment of Indian Statutory Commission, Lord Irwin. D. August offer, Lord Lillingsglow. D. August offer, Lord Lillingsglow. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. 941. Which of the following are correctly paired? List 1, List 2. A. Separation of Burma from India, Lord Reading. B. Appointment of Indian Statutory Commission, Lord Irwin. C. Holding of examinations for the ICS in England and India, Lord Wellington. C. Holding of examinations for the ICS in England and India simultaneously, Lord Wellington. D. August offer, Lord Lillingsglow. Select the answer from the codes below. A and B, B and C, B and D, C and D. Answer C, B and D. B. Appointment of Indian Statutory Commission, Lord Irwin. D. August offer, Lord Lillingsglow. 942. Which of the following are the three landmarks of Dalhousie administration? 1. Indian Railways. 2. Public Works Department. 3. English as a medium of instruction. 4. Telegraph. A. 1, 2, 3. B. 1, 3, 4. C. 2, 3, 4. D. 1, 2, 3. Answer D. 1, 2, 4. 1. Indian Railways. 2. Public Works Department. 4. Telegraph. 942. Which of the following are the three landmarks of Dalhousie's administration? 1. Indian Railways. 2. Public Works Department. 3. English as a medium of instruction. 4. Telegraph. A. 1, 2, 3. B. 1, 3, 4. C. 2, 3, 4. D. 1, 2, 4. Answer D. 1, 2, 4. Answer D. 1, 2, 4. 1. Indian Railways. 2. Public Works Department. 4. Telegraph. നമ്മുടെ ക്യാമറ ക്ലാരിറ്റി പോയി. കഴിഞ്ഞ വീഡിയോൻ്റെ പോലെ തന്നെ ക്യാമറ ക്ലാരിറ്റി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണ്, ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതിന്. അപ്പം എന്താണെന്ന് അറിയില്ല, നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ക്യാമറ ക്ലാരിറ്റി പോകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോൻ്റെ പോയിരുന്നു. അപ്പം എന്തായാലും ഇതിപ്പോൾ 1 മണിക്കൂർ സംതിങ്ങുള്ള വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് കാണിക്കണം വീഡിയോയിൽ. 942 നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ക്ലാസ് എടുക്കും. നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ക്യാമറ ക്ലാരിറ്റി പോയതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടി പറയാമെന്ന് വിചാരിച്ചു. 943 ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. ഏകദേശം കഴിയാറായി, എന്നാലും അത്യാവശ്യം കുറച്ചുകൂടി ഉണ്ട് പറയാൻ, എന്നും കൂടി പറയേണ്ടി വരും. നമ്മൾ പോസ് ചെയ്തെടുക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാമറ ക്ലാരിറ്റി പോയെന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒറിജിനൽ പ്രിൻ്റ് ആൻസേഴ്സ് നോക്കാം. ഒറിജിനൽ പ്രിൻ്റഡ് ആൻസേഴ്സ് ആണ്.
ടോട്ടലി 1010 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും മറക്കരുത് ഈ ടോപ്പിക്ക്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് ഒരുപാട് താല്പര്യത്തോടുകൂടി നമ്മൾ പറയണം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാനാവില്ല. ഡ്രോബാക്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ദയവേത് മനസ്സിലാക്കാം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഒരിക്കലും മറക്കരുത്. നമുക്ക് നേരിട്ട് പറയാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എല്ലാ വീഡിയോസിൻ്റെയും. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ, അതുപോലെ തന്നെ ന്യൂ ഇയർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യാം. ഹെഡ്ഫോൺ വെച്ചൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോസാണ്. സോങ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോസാണ്. വളരെ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും കോൺഫിഡൻസൊക്കെ തരുന്ന വീഡിയോസാണ്. ദയവേത് വാച്ച് ചെയ്യാം. ഡിഫറെൻ്റ് എഫക്ട്സും അതുപോലെ തന്നെ നല്ല സോങ്സൊക്കെ മിക്സ് ചെയ്തേക്കണ വീഡിയോ ആയതുകൊണ്ട് തന്നെ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോസ് സഹായകരമായിരിക്കും. നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയാണ്. ഇന്നിപ്പോൾ നമ്മൾ പുതിയ വീഡിയോസും കൂടി ചെയ്തിട്ടുണ്ട്. 15/1/2025 14/1/2025 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് 15/1/2025 ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് പ്രത്യേകം എടുത്തും പറയുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.